ആഴങ്ങളിൽ. ഓരോ മത്സ്യത്തൊഴിലാളിയുടെയും ജീവിതം സാഹസികത നിറഞ്ഞതാണ്. പ്രാർത്ഥനയോടെ കരയിൽ നിന്ന് കടലിലെത്തുമ്പോൾ നിരവധി പ്രതിസന്ധികളാണ് അവിടെ നേരിടേണ്ടി വരുന്നത്. ദൈവകൃപ കൊണ്ട് ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് കരയിലെത്തുന്ന ഓരോ മത്സ്യത്തൊഴിലാളിയുടെയും ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് ആഴിയിൻ ആഴങ്ങളിൽ. ഇത് സെബാസ്റ്റ്യൻ അലോഷ്യസ്. കൊല്ലം ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളിൽ മുതിർന്ന മത്സ്യത്തൊഴിലാളിയാണ്. നിരവധി ആത്മീയമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഇദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. പല അപകടങ്ങൾക്കും സാക്ഷിയായി വിശ്വാസം മുറുകെ പിടിച്ചുള്ള ജീവിത ശൈലിയാണ് ഇദ്ദേഹം തുടർന്നു വരുന്നത്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് സെബാസ്റ്റ്യൻ അലോഷ്യസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സെബാസ്റ്റ്യൻ അലോഷ്യസ്, നീണ്ടകര താമസിക്കുന്നു. 14 വയസ്സ് തൊട്ട് ഞാൻ ബോട്ടിൽ പോകുന്നു. എൻ്റെ സെബാസ്റ്റ്യൻ എന്ന് പറയാൻ എൻ്റെ പിതാവാണ്. പിതാവിൻ്റെ കൂടെ ഞാൻ വള്ളത്തിൽ തുഴക്കാനാണ് ആദ്യം പോയിരുന്നത്. 14 വയസ്സായപ്പോൾ അത് നിർത്തി ബോട്ടിൽ പോകാൻ തുടങ്ങി. അന്ന് കൈവലിയാണ്, ബീഞ്ചം ഇല്ല. അവിടെ നിന്ന് വലിയ ദൂരെയൊന്നും പോകത്തില്ല. അടുത്ത് പോയി ഒരു വല ഇട്ടാൽ ബോട്ട് നിറയെ ചെമ്മീൻ കിട്ടും. ആ ചെമ്മീൻ കിട്ടുന്ന സമയത്ത് ശ്രാഗും തേടും എല്ലാം നമ്മൾ ചൂണ്ടയിൽ പിടിക്കും. ഇപ്പോൾ ഉള്ള കാലത്താണെങ്കിൽ വലിയ ബോട്ടും അത് സൈസുള്ള ബെയ്റ്റുള്ള വലയൊക്കെ വെച്ചാണ് വലിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു 14 വയസ്സ് 15 വയസ്സാകുമ്പോൾ ബോട്ടിൽ കയറിയതാണ്. ഒരു 10-20 വയസ്സായപ്പോൾ സ്വന്തം ബോട്ടുണ്ടായിരുന്നു. അതുമായിട്ട് പോയി വലിയ ഗുണമൊന്നുമില്ല. എങ്കിലും ആ ബോട്ട് 2 നശിച്ചു പോയി. നമുക്ക് ഈ ജൂൺ ജൂലൈ മാസത്തിൽ എന്തെങ്കിലും കിട്ടുന്ന സമയമാണ്. അന്ന് ഈ വലിയ തിരമാലകൾ ഉണ്ടാകുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ ബോട്ട് നശിച്ചു പോയി, തിര പിടിച്ച്. ഇപ്പം 74 വയസ്സായി. ഇപ്പം ബോട്ടിലൊന്നും പോലെ സ്വസ്ഥമായിട്ടിരിക്കുന്നു. പിതാവ് മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ സാഹിബന്മാർ കൊണ്ട് ബോട്ട് കൊടുത്ത്, തുച്ഛമായ ബോട്ടാണ് കൊടുത്തോളൂ. അന്ന് ബോട്ടിൽ പോകണമെങ്കിലൊക്കെ വലിയ പാടാണ്. ആ സമയത്ത് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ ബോട്ടാണ്. അതിൽ പോയി നമ്മൾ കൂലി വരെയൊക്കെ ചെയ്ത് ഒക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ സ്വന്തമായിട്ട് ബോട്ടാകുന്നത്. അതുമായിട്ട് കുറേയൊക്കെ മിച്ചമായിട്ട് നമ്മൾ കഴിഞ്ഞു പോയി. പിന്നെ 3 മക്കളായിരുന്നു. അവർ 3 പേരെ 3 ഭാഗത്തൊക്കെ അഴച്ച് അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഒരു ബോട്ടിൽ പോകുന്ന 5 പേരാണ്. അന്ന് ഈ നമ്മുടെ കൈ അളവാണ്. 20 മാറി 21 മാറിലാണ് നമ്മൾ വല ഇടുന്നത്. അന്ന് ഈ വല വലിക്കുന്ന സമയത്ത് ഒരു മാരി അടിച്ച് ഈ ബോട്ട് മറിയുകയാണ് ചെയ്തത്. ഞങ്ങൾ 5 പേരും ഈ ബോട്ടിൻ്റെ പുറത്ത് കയറിയിരുന്നു. അങ്ങനെ വേറൊരു ബോട്ട് വന്ന് ഞങ്ങളെ എടുത്ത് രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞ് ബോട്ട് ഇതുപോലെ തിരയ്ക്ക് ഓടി മറിയുകയായിരുന്നു. അങ്ങനെ വേറൊരു ബോട്ട് വന്ന് ഞങ്ങളെ എല്ലാവരും രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുപോയി. ഇപ്പം ഒരു ബോട്ട് ഇവിടെ നിന്നൊരു 5 ഭാഗത്ത് വെച്ച് വലിയ കാറ്റ് വീണ് ആ ബോട്ട് ആ തിരയിൽപ്പെട്ട് ഞങ്ങൾ ഓടിച്ച് കര കയറ്റി അവിടെ നിന്നും കിട്ടാതൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ട് വന്നതാണ്. ഭാര്യ ഭയങ്കര ദൈവവിളിയാണ്. അവരെ ദൈവവിളി കൊണ്ടാണ് നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ നമ്മൾ പടത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ തിരികെ കത്തിച്ച് നമ്മൾ ബോട്ടിൽ ചെന്ന് അവിടെയും തിരി കത്തിച്ച് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്ന ദൈവമേ നമുക്ക് അന്നേപ്പം കിട്ടണമെന്നും പറഞ്ഞ് നമ്മൾ പോകുന്നത്. നമ്മൾ വല വലിച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടിയോ കിട്ടിയില്ലെന്നും പറഞ്ഞ് ദൈവത്തിനെ വിളിക്കും. ദൈവം നമുക്ക് എന്തെങ്കിലും തരികയും ചെയ്യും. അങ്ങനെ വരുന്ന സമയത്തായി നമുക്ക് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മൾ ദൈവത്തിനെ വിളിച്ച് നമ്മൾ രക്ഷപ്പെടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ രാവിലെ പോകുമ്പോഴേ അന്തരീക്ഷം മോശമായിരുന്നു. അങ്ങനെ ബോട്ട് തിരിച്ചു വന്ന് നമ്മുടെ അനിയൻ പോകുന്ന ഒരു ബോട്ട് അന്ന് പണിക്ക് പോയി അവർ കടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഈ ലെറ്റർ ഇളകിപ്പോയി കഴിഞ്ഞ് അവർ
നമ്മളെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞ്. അങ്ങനെ നമ്മൾ പോയി അവരെ കെട്ടി വലിച്ച് വരുന്ന സമയത്ത് ഒരു ഭയങ്കര തിരമാല വന്ന് 2 ബോട്ടും മറിയുകയായിരുന്നു ചെയ്തത്. എല്ലാവരും ദൈവത്തിനെ വിളിച്ച് 2 പേരങ്ങ് ദൂരത്തെറിച്ച് പോയി. ബാക്കി എല്ലാവരും രക്ഷപ്പെട്ട്. ഒരു ബോട്ട് അന്നേരം നശിച്ചു പോയി, ഒരു ബോട്ട് പിടിച്ച് കരയ്ക്ക് കയറ്റി. അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ട്. ആ സമയത്ത് ദൈവത്തിനെ വിളിക്കുന്നതും രക്ഷപ്പെടുന്നതല്ലാതെ വേറൊരു ചിന്ത വരത്തില്ല നമുക്ക്. അങ്ങനെ ഞങ്ങൾക്കൊരു പിന്നെ കന്നാസ് കിട്ടി. അതിൽ നമ്മൾ പിടിച്ച് 2 പേരും കൂടെ രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. രാവിലെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ കടലിൻ്റെ പറ്റക്കൂടെ വലിക്കുന്ന ഒരു സംഭവമുണ്ട് കേട്ടോ. അങ്ങനെ വലിച്ചുകൊണ്ടിരുന്ന ഈ മീനൊക്കെ കിട്ടി. അങ്ങനെ 2 വല വലിച്ച് 3ാമത്തെ വലയ്ക്ക് അതിൻ്റെ റോപ്പ് പങ്കായി ചുറ്റി. അത് നമ്മൾ എടുക്കാൻ വേണ്ടി വെള്ളത്തിൽ മുങ്ങിയപ്പം നമ്മുടെ കാല് ആ പങ്കായ്ക്ക് വിരിഞ്ഞു. ഒരു കാരണവശാലും നമ്മൾ രക്ഷപ്പെടേണ്ടതല്ല, ദൈവസഹായത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊലച്ചോറാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മത്സ്യം പിടുത്തം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു കുറഞ്ഞ ബെയ്റ്റിട്ടുള്ള വലയാണ് വലിക്കുന്നത്. അന്ന് സുഖമാണ് വലയൊക്കെ വലിക്കാൻ. ഇപ്പോൾ ആണെങ്കിൽ 1000-300 ബെയ്റ്റിട്ടാണ് വലിക്കുന്നത്. അതുപോലെ കഷ്ടപ്പെട്ട ജോലിയാണ്. ഇപ്പോൾ ആണെങ്കിൽ പണ്ട് ഇഷ്ടം പോലെ പൈസ കിട്ടും ബോട്ട്. ഇപ്പോൾ ആണെങ്കിൽ വളരെ കുറഞ്ഞ പൈസയെ കിട്ടത്തുള്ളൂ. നമ്മൾ ഈ ചെമ്മീനൊക്കെ കൈകൊണ്ട് പറക്കുമ്പോഴേ ഈ ഒരു ചൊരുക്കലുണ്ടാകും നമുക്ക്. അന്നേരം ചിലർ ഛർദ്ദിക്കും, ആഹാരമൊന്നും കഴിക്കത്തില്ല. അതൊരു 2 ദിവസമൊക്കെ നിൽക്കും, പിന്നെ അതങ്ങ് മാറും. ഇവിടെ നിന്ന് ഞങ്ങൾ ഡേറ്റൊന്നും പറയാൻ പറ്റത്തില്ല. റെസ്റ്റ് സീസണായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ ഒരു ഫിഷിംഗ് ബോട്ടിൽ പോയി. ആ സമയത്ത് കാറ്റും കോളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വല വലിച്ച്, 2 വല വലിച്ച്, 3 വല വലിച്ച്, 4ാമത്തെ വല വലിക്കുമ്പം ആ ബോട്ട് തന്നെ മറിയുകയായിരുന്നു ഉണ്ടായത്. മറിഞ്ഞ് ഞങ്ങൾ 2 പേരും ആ ബോട്ടിൻ്റെ പുറത്ത് കയറിയിരുന്നു. അങ്ങനെ മണിക്കൂറുകളോളം ഞങ്ങൾ ഇരുന്ന ശേഷം ഒരു ബോട്ട് വന്ന് സാഹസികമായി ഞങ്ങൾ അതിൽ കയറി ഞങ്ങൾ രക്ഷപ്പെട്ട് കരയ്ക്ക് വന്ന്. ആ ബോട്ട് കംപ്ലീറ്റ് നശിച്ചും പോയി. നമ്മളൊന്നും ചിന്തിക്കാതിരിക്കുന്ന സമയത്താണ് അത് സംഭവം നടക്കുന്നത്. അന്നേരം മറ്റ് ദൈവത്തിനെ വിളിക്കാത്ത സംഭവം കഴിഞ്ഞ് നമ്മൾ ദൈവത്തിനെ വിളിക്കും, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി. പ്രതീക്ഷിക്കാത്തുള്ള അപകടമില്ല അന്നേരം ഉണ്ടാകുന്നത്. അല്ല, നമ്മൾ കരയ്ക്ക് വരുന്നവരാ ദൈവത്തിനുള്ള വിളി തന്നെ. കരയ്ക്ക് എത്തി കിട്ടുമെന്ന് തന്നെ പ്രയാസമായിരുന്നു. സുനാമി നടക്കുന്ന സമയത്ത് ഞങ്ങൾ ബോട്ട് പാലത്തിനടുത്ത് കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന സമയമായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ പിന്നെ എല്ലാം അറിഞ്ഞാൽ നമുക്ക് മനസ്സിലായത്. അല്ല, നമ്മളിതിരെ പെട്ടില്ലല്ലോ. നമ്മുടെ ഇവിടെ ഈ സുനാമി അടിച്ചിട്ടല്ലോ. നീലഗിരി എന്ന് പറഞ്ഞ ഒരു ബോട്ട് ഞങ്ങൾ 5 പേരാണ് ജോലിക്ക് പോകുന്നത്. അങ്ങനെ വലയിടാവുന്ന സമയത്ത് ഒരു ഉൾക്കടലിൽ ഒരു മരം പൊങ്ങി വരുന്നത് കണ്ട് ഞങ്ങളത് ഓടിച്ചെന്ന് അത് പിടിച്ച് കെട്ടാൻ വലിയ പാടൊക്കെ ആയിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ ഇറങ്ങി അത് പിടിച്ച് കെട്ടി ഇവിടെ കൊണ്ടുവന്ന് ഇത് സർക്കാരറിഞ്ഞ് പോലീസൊക്കെ വന്ന് ഇടപെട്ട് അത് തടി കൊണ്ടുവന്നേരത്ത് ഞങ്ങളത് പള്ളിയിൽ കൊണ്ട് കൊടിവരമായിട്ട് നാട്ടി. ആ കേസൊക്കെ പള്ളിയായിട്ടായതുകൊണ്ട് അതങ്ങ് തീർന്ന്. അങ്ങനെ ഞങ്ങൾ ആ കൊടിവരം ഇപ്പോഴും നിൽപ്പുണ്ട് പള്ളി. സർക്കാരിൻ്റെ ഒരു ബാർജ് കൊല്ലത്തുനിന്ന് ഞങ്ങൾ കെട്ടി ആലപ്പുഴയ്ക്ക് കൊണ്ടുപോവുക. അത് വളരെ സ്ലോവിൽ നീങ്ങി പോത്തോള്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ ചെന്ന് രാത്രിയായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വള്ളം വന്ന് ഈ ബാർജിലിടിച്ച് ആ വള്ളമെല്ലാം മറിഞ്ഞ് നശിച്ച് ഞങ്ങളെ പിടിച്ച് ഞങ്ങൾക്ക് 2-3 തന്നവർ ഞങ്ങളെ കരയ്ക്ക് കൊണ്ടുപോയി. അവർ വള്ളത്തിൽ കരയ്ക്കിറക്കി. പിന്നെ സർക്കാർ ഇടപെട്ട് അവരൊക്കെ നഷ്ടപരിഹാരമൊക്കെ കൊടുത്ത് ഞങ്ങളവിടെ നിന്ന് രക്ഷപ്പെട്ട് ആ ബാർജ് കൊണ്ട് ആലപ്പുഴ കൊണ്ട് എത്തിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പരമാവധി രക്ഷപ്പെട്ടു. പള്ളിയായിട്ട് എനിക്ക് വലിയ അടുപ്പൊന്നുമില്ല. ഭാര്യ ഭയങ്കര ദൈവവിളിയാണ്. പക്ഷേ ഇപ്പം ഞാൻ നല്ലപോലെ ദൈവത്തിനെ വിളിക്കുക. ആ വിളി കൊണ്ടാണ് ഞങ്ങളിപ്പോഴും ജീവിക്കുന്നത്.
പിന്നെ മക്കളൊക്കെ ഒരു മോനും 2 മോളുമാണ്. അവരൊക്കെ മോന് ബോട്ടൊക്കെ ഉണ്ട്, അയാളതുകൊണ്ട് ജീവിക്കുന്നു. മൂത്ത മോക്കടെ ഭർത്താവ് CRPക്കാരനാണ്, അയാൾക്ക് 2 മക്കളും, അതുകൊണ്ടൊക്കെ അങ്ങനെ ജീവിക്കുന്നു. ഇളയ മോക്ക് 2 ആണാണ്, അവരും ഒരുവിധമൊക്കെ ജീവിച്ചു പോകുന്നു. എൻ്റെ കൊച്ചിലെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അപ്പൻ വീശാൻ പോക്ക്, അമ്മ മീൻ കച്ചവടമാണ്. അപ്പൻ നല്ല ആരോഗ്യമുള്ള ഒരാളായിരുന്നു. അപ്പൻ്റെ ശല്യം കൊണ്ട് അമ്മ ആത്മഹത്യ ചെയ്ത്. അത് ഒരു 10-20 വർഷം കഴിഞ്ഞിറങ്ങി ഭാര്യയില്ലാത്തതിൻ്റെ ദുഃഖം കൊണ്ട് അപ്പനും അതേ ആത്മഹത്യ തന്നെ ചെയ്ത്. ഞങ്ങൾ ആ സമയത്തൊക്കെ ഒരു ചായയോ ഒരു കടയിൽ ചെന്ന ഞങ്ങൾക്ക് ഒരു പൈസ പോലും ഞങ്ങൾക്ക് കിട്ടാൻ മാർഗമില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഞങ്ങൾക്കൊന്നുമില്ല, സുഖമായിട്ട് ജീവിക്കുന്നു. പട്ടിണി എന്ന് പറയാൻ അന്ന് ഈ നമ്മൾ ജോലിക്ക് പോയാൽ പിന്നെ അതിനിടയ്ക്ക് ഈ മൂത്തയേട്ടനൊരു കൊലക്കേസിലൊക്കെ പ്രതിയായി. അങ്ങനെ വളരെ ദുരിതങ്ങളൊക്കെ ആയി ഞങ്ങൾ ജോലിക്കൊന്നും പാതെ ഒളിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അരി വാങ്ങിക്കാൻ പോലും നിവർത്തില്ല, ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. ദൈവസഹായം കൊണ്ടാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. ഇപ്പം വെളുപ്പിന് 3 മണിക്ക് നമ്മുടെ ഭാര്യ എണീറ്റാൽ ദൈവത്തിനെ വിളിച്ച് അത് കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി പള്ളിയിൽ പോയി 8 മണിക്ക് വന്ന വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നമ്മളിതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി നമ്മളെ ബോട്ടിലാരും അങ്ങനെ കൊണ്ടുപോകത്തില്ല. പിന്നെ ബോട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ ആ പൈസ സൂക്ഷിച്ച് ഇച്ചിരി സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു കൊച്ചു വീട് വെച്ച് അങ്ങനെ കഴിഞ്ഞു കൂടുക. ഏറ്റവും വലിയ രക്ഷയെന്ന് പറഞ്ഞാൽ ദൈവം തന്നെ. നമ്മൾ ദൈവത്തിനെ വിളിച്ചത് നമ്മളൊന്നുമല്ല. ഒന്നുമല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന് ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എന്നേ പോയാനും. കടലിൽ തന്നെ 2-3 പ്രാവശ്യം നമ്മൾ വെള്ളത്തിൽ പോയി, അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയ ദൈവം തന്നെ. കടലെന്ന് പറയാൻ നമ്മളിവിടെ നിന്ന് പോകുമ്പോഴേ ശാന്തമായിരിക്കും. പെട്ടെന്നായി കടൽ ക്ഷോഭം ഉണ്ടാകുന്നത്. ആ ക്ഷോഭത്തിൽ വലിയ തിരമാലകളുണ്ടാകും. തിരമാലകൾ മാത്രമല്ല, കാറ്റും വീശും. അങ്ങനെ നമ്മൾ ഈ അഴിമുഖത്ത് വരുമ്പോൾ ഭയങ്കര മാരികളൊക്കെ ഉണ്ടാകും. അത് ദൈവ കടാക്ഷത്താലാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. മാരി എന്ന് പറഞ്ഞാൽ കാറ്റ് വീഴുമ്പോൾ പൊങ്ങുന്ന ഒരു തിരയാണ്. ആ തിര, ആ കാറ്റ് ഇളച്ചാൽ തന്നെയും അന്നേരം തന്നെ മാറത്തില്ല. 1-2 ദിവസം കഴിയുമ്പോഴാണ് ഈ തിരമാലകൾ ശാന്തമാകുന്നത്. അന്നുള്ള കാലഘട്ടം എന്ന് പറയാൻ നമ്മൾ ഈ അന്തരീക്ഷം തെളിവാണെങ്കിൽ നമ്മൾ പോകും, മോശമാണെങ്കിൽ നമ്മളന്ന് പോകത്തില്ല പണിക്ക്. നമ്മൾ തെളിവായിട്ട് പോയാലും ചിലപ്പം കടലിൽ ചെല്ലുമ്പോൾ അന്തരീക്ഷം മാറും. അങ്ങനെ നമുക്ക് വളരെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊച്ചു ബോട്ട കാലത്തെ ഞങ്ങൾ ബോട്ടിൽ പോയാൽ വന്നു കഴിഞ്ഞാൽ ഈ ബോട്ട് മലയുടെ ഷർട്ട് വരെ കഴുകി കൊടുക്കണം. പിന്നെ ആ പലകെല്ലാം തേച്ച് വൃത്തിയാക്കി പിന്നെ ആ കൊട്ടകളെല്ലാം എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള പൈസ തരത്തോളൂ. അല്ലെങ്കിൽ പിറ്റേന്ന് ബോട്ടിൽ പോകാൻ ചെല്ലണ്ട. അങ്ങനെയുള്ള കാലങ്ങളിലൊക്കെ ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലയോ, നമ്മൾ പോകുമ്പം പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞായിരിക്കും ഈ പ്രശ്നം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിനെ വിളിക്കുക. അങ്ങനെ നമ്മൾ ഈ നീണ്ടര കയറാതെ നമ്മൾ പിന്നെ കൊല്ലത്ത് കയറിയിട്ടുണ്ട്, കായംകുളത്ത് കയറിയിട്ടുണ്ട്, ചിലർ കൊച്ചി കയറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വർഷ സമയത്ത് ഒരു ഭയങ്കര കാറ്റ് വീണിട്ട് എത്രയോ ബോട്ടാണെന്നറിയാം നമ്മുടെ നീണ്ടര ഈ അഴിക്കകത്തും പുറത്തുമൊക്കെ താന്നു പോയത്. എത്ര ആൾക്കാർ പോയി. എന്നിട്ടൊന്നും സർക്കാരിൻ്റെ ഒരു സഹായം ആർക്കും കിട്ടിയില്ല. നമ്മളെ കടലിൽ ചെന്ന് കഴിയാൻ നമ്മൾ ദൈവത്തിനെ വെച്ചുകൊണ്ടായി കോണ്ട് വരെ കെട്ടുന്നത്. എന്ന് വെച്ചാൽ ചരക്ക് പോയി കിടക്കുന്ന ആ സാധനം വരെ കെട്ടുന്ന ദൈവത്തിനെ വിളിച്ചുകൊണ്ടാണ്. ആ ദൈവം കനിഞ്ഞില്ലേ അന്ന് പട്ടിണിയാണ്. അതുകൊണ്ട് ആരും ദൈവത്തിനെ മറക്കത്തില്ല. ഇല്ല, നമ്മൾ ദൈവത്തിനെ വിളിച്ചാൽ ഈ വലിയ തിരമാളകളൊക്കെ വളരെ ശാന്തമായി പോയിട്ടുണ്ട്. പിന്നെ ശാകരയൊന്നും കിട്ടത്തില്ല. ശാകരയൊക്കെ വടക്ക് ഈ കായംകുളം അത് കഴിഞ്ഞുള്ള വടക്കോട്ടൊക്കെ കിട്ടത്തുള്ളൂ. ഇവിടെ ദൈവത്തിനെ വിളിക്കുന്ന കണക്കുള്ള കുറേ സമാധാനം കിട്ടും കടലിന്.
കുട്ടിക്കാലത്ത് പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അന്ന് ഈ പിന്നെ ചാടി ഓടി കിടക്കുന്ന സമയമാണ്. അന്ന് ബോട്ടിൽ പോവുക, വരിക, വല്ലതും കഴിക്കുക, പിന്നെ കുടിയൊന്നുമില്ല, വരാണ്ട് 2 സിഗരറ്റൊക്കെ വലിക്കുക, വീട്ടിൽ വന്ന് കിടക്കുക, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇപ്പം പള്ളിയെന്ന് പറയാൻ നമുക്ക് ഭയങ്കര ജീവനാണ്. ദൈവം ഉണ്ടെന്നറിയുന്നത് ഇപ്പോഴാണ്. ഇപ്പം നമുക്ക് ഈ ദൈവത്തിനെ വിളിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് പ്രയാസം എന്തോന്നും അറിഞ്ഞിട്ടില്ല. നമുക്ക് വീട്ടിൽ മുട്ടുകളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിക്കുന്നുണ്ട്, ഒരു പ്രയാസം കൂടാതെ. ഈ അനുരോഗങ്ങളൊന്നുമില്ല, മരുന്ന് വായ്പില്ല, സുഖമായിട്ട് ജീവിക്കുന്നു. ഈ സങ്കീർത്തനം എന്ന് പറയുന്ന പാഠമുണ്ട്, അത് വായിച്ചാൽ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാം. നമ്മളെ ചിന്തിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇത് ഒരുമാതിരിപ്പെട്ട പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു ആനുകൂല്യമില്ല. ഇപ്പം തന്നെ നമുക്കൊരു ബോട്ട് പണിഞ്ഞൊരു 10 ലക്ഷം രൂപ ചിലവാക്കി ഇറക്കിയത്, അത് 1.5 മാസമായപ്പോഴാണ് നശിച്ചു പോയത്. അന്ന് പോലീസുകാർ വന്ന്, ഫിഷറീസുകാർ വന്ന്, എല്ലാവരും വന്ന്, എന്നിട്ട് നമുക്കൊരു ആനുകൂല്യം നമുക്ക് ഇന്നുവരെ തന്നിട്ടില്ല. പിന്നെ അത് ഓർമ്മിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ദൈവത്തിനെ വിളിച്ച് സ്വസ്ഥമായിട്ട് നടക്കുക. ബോട്ട് നമ്മൾ കരയ്ക്ക് കയറ്റിയാലേ, ഈ പാച്ച് വർക്കിന് കയറ്റുമ്പോഴേ നമ്മൾ പൊളിച്ച് വരുമ്പോൾ ആ പലകളൊക്കെ വളരെ മോശമായിരിക്കും. അത് നമ്മൾ ആശാരിമാരെ കൊണ്ട്, അവരൊക്കെ ഒരു ദിവസം 2000 രൂപ കൂലി. അത് നമ്മൾ അവരെ കൊണ്ട് പണിയിക്കണമെങ്കിൽ നമ്മൾ തടിയെടുക്കണം, തറയെടുക്കണം. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞാൽ, അത് പണിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ സർക്കാരിൻ്റെ കാശടയ്ക്കണം. സർക്കാരിൻ്റെ കാശടച്ച് അത് നമ്മുടെ ആർബർ വെച്ച് അവർ പിടിക്കും, അവർ പെറ്റി അടിക്കും, പിടിച്ച് കൊണ്ട് കെട്ടിയിടും. അതിനൊക്കെ പിന്നെ വലിയ പ്രശ്നങ്ങളാണ് ഈ സർക്കാരിനെ കൊണ്ട്. ഞങ്ങളൊക്കെ നടക്കുന്ന ഓരോ വീടിൻ്റെ അടുക്കളയുടെ മുറ്റത്തൂടെയൊക്കെയാണ്. അന്ന് തോടും കായലും പിന്നെ ഇത്രയും വീടൊന്നുമില്ല. എല്ലായിടത്തും ഓരോ വീട് കാണും. അന്ന് നല്ല ഐക്യമായിട്ടായിരിക്കും. ഇന്ന് ഐക്യമെന്ന് പറയുന്നില്ല. ഇന്ന് ഒരാൾ ജീവിക്കുന്ന ഒരാളിനെ കണ്ടുകൂടാ. ഇപ്പം ബോട്ടെന്ന് പറയാൻ ഇപ്പം ഒരു ആളിന് 8-10 ബോട്ടുള്ളവരുണ്ട്, ഒരെണ്ണം ഉള്ളവരുണ്ട്, അത് കടമുള്ളവരുണ്ട്, കടമില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള ജീവിതമാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. മത്സ്യസമ്പത്ത് ഇപ്പം കുറവാന്ന് പറയാൻ പണ്ട് നടക്കുന്നത്. ഇപ്പം പിന്നെ തേടില്ല, ശ്രാഗില്ല, പിന്നെ ഈ പാഞ്ഞേടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പുന്നാര മീനുണ്ട്. അതൊന്നും ഇപ്പം ഞാൻ കാണാൻ പോലും വയ്യ. എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഇറങ്ങുന്ന ബോട്ടുകളെന്നൊക്കെ പറയുന്ന ഉൾക്കടലിൽ പോയി ഇതെല്ലാം നശിപ്പിക്കുന്ന ഒരു ഫിഷിങ്ങാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് തെക്കോട്ട് പോകുമ്പോൾ നീണ്ടര പള്ളിയാണ്. അതിൻ്റെ ഇവിടെ നിന്ന് നീണ്ടര പള്ളി വരെ എല്ലാ മതസ്ഥരും ഉണ്ട്. നല്ല ഐക്യത്തോടു കൂടി കഴിഞ്ഞു പോവുക. പിന്നെ പള്ളി പരിസരം എന്ന് പറയുന്നത് എപ്പോഴും നല്ല വൃത്തിയാണ്. പള്ളിയുടെ തൊട്ട് പടിഞ്ഞാറ് വശം കാണുന്ന ഹാർബർ, ഫിഷിംഗ് ഹാർബർ, അവിടെ ഈ മീൻ കച്ചവടം കംപ്ലീറ്റ് നടക്കുന്നത്. അവിടെ ടോൾ കൊടുക്കണം, കയറി പോകണമെങ്കിൽ, ഇറങ്ങണമെങ്കിൽ പിരിവ് കൊടുക്കണം. അങ്ങനെ എല്ലാ സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കൊന്ത പഠിക്കാൻ നേരത്തെ ആദ്യമേ ചെല്ലുന്ന വിശ്വാസപരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊന്ത പഠിക്കും. അത് ഈ സ്വർഗസ്വനായ ചൊല്ലി, നന്മ നിറഞ്ഞറിഞ്ഞ ചൊല്ലി, അങ്ങനെ 10 പ്രാവശ്യം ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് നിർത്തുന്നത്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർ അവരൊക്കെ വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. അങ്ങനെ പിന്നെ പ്രാർത്ഥന നിർത്തും.